അറിവിന്റെ അക്ഷയദീപങ്ങൾ തെളിയിച്ച് നന്മയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ സെന്റ് തോമസ് സ്കൂൾ പിന്നിട്ട ഒരു അധ്യയന വർഷത്തിന്റെ ഓർമ്മ പതിപ്പുകൾ ഇവിടെ ഇതൾ വിരിയുകയാണ്. കാലത്തിന്റെ ചുവടുവയ്പ്പുകളിൽ വിദ്യാലയം കൈവരിച്ച നേട്ടങ്ങളുടെയും കുരുന്നുകളുടെ സർഗവിസ്മയങ്ങളുടെയും നേർക്കാഴ്ചയാണിത്. കഴിഞ്ഞ കാലത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടും വരും കാലത്തിന്റെ പ്രതീക്ഷകളിൽ കണ്ണുനട്ടും തയ്യാറാക്കിയ കോലടി സെന്റ് തോമസ് LP സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് സ്നേഹപൂർവ്വം അവതരിപ്പിക്കുന്നു. കോതമംഗലം രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള ഈ വിദ്യാലയത്തിന്റെ രക്ഷാധികാരിയായി അഭിവന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവും സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട മാത്യു മുണ്ടയ്ക്കൽ അച്ഛനും മാനേജരായി റവറന്റ് ഫാദർ ചാൾസ് കപ്പ്യാരുമലയിലും പ്രവർത്തിക്കുന്നു. 2025 ജനുവരി 31 47ാമത് സ്കൂൾ വാർഷികം സാഘോഷം കൊണ്ടാടുകയുണ്ടായി. കുട്ടികളുടെ കലാപരിപാടികൾ വളരെ മികവാർന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. കുട്ടികളുടെ പഠന മികവുകളുടെ പ്രദർശനമായ പഠനോത്സവം മാർച്ച് 14-ാം തീയതി നടത്തപ്പെട്ടു. കുട്ടികൾ ഈ അധ്യയന വർഷം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങളുടെ പ്രദർശനം തന്നെയായിരുന്നു അത്. മാർച്ച് അവസാനത്തോടെ 2024-25 അധ്യയന വർഷത്തിന് നാന്ദി കുറിച്ചു. വേനലവധി കാലത്തേക്ക് കുരുന്നുകൾ യാത്രയായി. 2025-26 അധ്യയന വർഷം ജൂൺ 6-ാം തീയതി വളരെ വിപുലമായ പ്രവേശനോത്സവത്തോടെ കുട്ടികളെ സ്വീകരിച്ചു. തുടർന്നുള്ള ദിവസം തന്നെ PTA എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി പ്രശാന്ത് PS-ഉം MPTA പ്രസിഡന്റായി ഷിനി ഷിജോയും തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂൺ മാസത്തിൽ തന്നെ എല്ലാ ക്ലബ്ബ് പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എക്കോ ക്ലബ്ബ്, പരിസ്ഥിതി ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ് കൂടാതെ സ്കൂൾ സുരക്ഷാ സമിതി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയും പ്രവർത്തിച്ചുവരുന്നു. കുട്ടികൾക്ക് മികച്ച കായിക പരിശീലനവും ഗവൺമെന്റിൽ നിന്നും ലഭിച്ച കായിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനവും നടന്നുവരുന്നു. ദിനാചരണങ്ങൾ. സ്കൂൾ അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദിനാചരണങ്ങൾ നടത്തിവരുന്നു. വായനാ ദിനം, യോഗാ ദിനം, പേവിഷബാധയ്ക്കെതിരെ പ്രതിജ്ഞ, സ്വാതന്ത്ര്യദിനം, ശിശുദിനം, ലഹരിവിരുദ്ധ ദിനം, ഓണം, ക്രിസ്തുമസ്, ലോക ഭക്ഷ്യദിനം, ചാന്ദ്രദിനം, കൈകഴുകൽ ദിനം എന്നിങ്ങനെ ദിനാഘോഷങ്ങൾ നടത്തി. ഇവയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഭക്ഷ്യമേള. PTA-യും കുട്ടികളും അധ്യാപകരും ചേർന്ന് ഫുഡ് ഫെസ്റ്റ് ഒരു ആഘോഷം തന്നെയാക്കി മാറ്റി. അസംബ്ലി. ആഴ്ചയിലെ എല്ലാ ദിവസവും അസംബ്ലി നടന്നുവരുന്നു. നൽകേണ്ട പ്രത്യേക അറിയിപ്പുകളും എയറോബിക്സ്, ഡെയിലി GK, ഡെയിലി സ്പോക്കൺ ഇംഗ്ലീഷ്, ന്യൂസ് റീഡിംഗ് എന്നിവയും ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തിവരുന്നു. ഒക്ടോബർ 13-ാം തീയതി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ശൈലമ ജോസഫ് LPR എടുക്കുകയും തുടർന്ന് സെന്റ് ജോസഫ് UP സ്കൂൾ പന്നിമറ്റത്തെ അധ്യാപകനായ ശ്രീ ലിജോമോൻ ജോർജ് ടീച്ചർ ഇൻചാർജായി സ്കൂളിൽ നിയമിതനാവുകയും ചെയ്തു. പഠനയാത്ര. ജനുവരി 23-ന് സ്കൂൾ പഠനയാത്ര നടത്തുകയുണ്ടായി. എറണാകുളം കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, മിനാർ ക്രൂയിസ് ഷിപ്പ്, പുതുവൈപ്പിൻ ബീച്ച്, ഫോർട്ട് കൊച്ചി, വല്ലാർപാടം പള്ളി എന്നിവിടങ്ങൾ സന്ദർശിച്ചു. കുട്ടികൾക്ക്
അതൊരു പുതിയ അനുഭവമായിരുന്നു. ഉച്ചഭക്ഷണം. സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് മികച്ച ഉച്ചഭക്ഷണം ഉറപ്പാക്കി വരുന്നു. മത്സര പൊതുപരീക്ഷകൾക്ക് തയ്യാറാക്കത്തക്ക വിധം സ്കൂളിൽ ഡെയിലി GK, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവ നടന്നുവരുന്നു. സബ് ജില്ലാതലത്തിൽ നടത്തപ്പെട്ട കലാ, ശാസ്ത്ര, പ്രവൃത്തി പരിചയമേളകളിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുകയും മികവാർന്ന ഗ്രേഡുകൾ സ്വന്തമാക്കുകയും ചെയ്തു. ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ച. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാർക്ക് PTA-യുടെ സഹകരണത്തോടെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കുന്നു. ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ച ലക്ഷ്യം വെച്ച് ധനശേഖരണാർത്ഥം സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങൾക്കായി നടത്തിയ കേക്ക് മേള വിജയകരമായിരുന്നു. കൂടാതെ പലരും സഹായം നൽകിയ തുക ഉപയോഗിച്ച് സ്കൂൾ ഓഫീസ് പുതുക്കി പണിയുകയും സ്കൂൾ കെട്ടിടം പെയിന്റ് ചെയ്ത് ഭംഗിയാക്കുകയും ചെയ്തു. ഈ പ്രവർത്തനങ്ങൾ തന്നെ സ്കൂളിന്റെ മുഖഛായ മാറ്റിമറിച്ചു. പണി തീർന്ന ഓഫീസിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ജനുവരി 30 നടത്തുകയുണ്ടായി. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് കോലടിപ്പള്ളി പിതൃവേദി കുട്ടികൾക്ക് ആവശ്യമായ ബുക്കുകൾ വിതരണം ചെയ്തു. മുൻ വർഷങ്ങളിൽ നൽകിയിരുന്നതുപോലെ തന്നെ കൊച്ചുപറമ്പിൽ അനീഷ് കുട്ടികളുടെ വാഹന സൗകര്യം ഏർപ്പെടുത്തി തരികയും അത് തുടരുകയും ചെയ്യുന്നു. സ്കൂളിനായി 2 ദീപിക പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ ജോർജ് നെടുമരുതും ചാലിലാണ്. ഇതര പ്രവർത്തനങ്ങൾ. പഠന പ്രവർത്തനങ്ങൾ കൂടാതെ കുട്ടികൾക്ക് GK, സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനം, LSS പരിശീലനം എന്നിവ നടത്തിവരുന്നു. പഞ്ചായത്തിൽ നിന്നും നിയമിച്ച കായികാധ്യാപകൻ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ക്ലാസ് എടുത്തിരുന്നു. ഗവൺമെന്റിൽ നിന്നും ലഭിച്ച കിഡ്സ് അത്ലറ്റിക്സ് കിറ്റ് ഉപയോഗിച്ചുള്ള കായിക പരിശീലനവും നടത്തുന്നു. കൂടാതെ കലാ, പ്രവൃത്തി പരിചയമേളകൾക്കുള്ള പരിശീലനവും നൽകി വരുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള iLive ക്ലാസുകൾ എല്ലാ വെള്ളിയാഴ്ചകളിലും, വായനാ ദിനത്തോടനുബന്ധിച്ച് അമ്മ വായന, കുഞ്ഞു വായന, കുഞ്ഞെഴുത്ത്, പകർത്തിയെഴുത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളായി നടന്നുവരുന്നു. ഒരു ദിവസം കണ്ടെത്തി വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഭവന സന്ദർശനം നടത്തി. കുട്ടികൾക്ക് വളരെ സന്തോഷമായിരുന്നു. തൊടുപുഴ AEO ഓഫീസ്, BRC, കൈറ്റ്, ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച സേവനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ രക്ഷാധികാരിയായ കോതമംഗലം രൂപതാ അധ്യക്ഷൻ അഭിവന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ്, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ വെരി റവറന്റ് ഫാദർ പയസ് മലേക്കണ്ടത്തിൽ, മോൺസിഞ്ഞോർ വെരി റവറന്റ് ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട് എന്നിവരെയും ഹൃദയപൂർവ്വം ആദരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ സ്കൂളിനോടൊപ്പം നിന്ന് ഇതിന്റെ ഓരോ വളർച്ചയിലും സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.